പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതുപോലുള്ള IR സെൻസറുകൾ അഥവാ പ്രോക്സിമിറ്റി സെൻസറുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള IR സെൻസറുകളാണ് ലൈൻ ഫോളോവർ റോബോട്ട്, ഓട്ടോമാറ്റിക് സാനിറ്റൈസിംഗ് മെഷീൻ തുടങ്ങിയവയിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതെങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഈ ചാനലിലെ പുതിയ വീഡിയോസ് നോക്കി നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിർമ്മിക്കാനായിട്ട് ഒരു PCB ബോർഡ്, 10 kilo ohmൻ്റെ ഒരു റെസിസ്റ്റർ, 1 kilo ohmൻ്റെ ഒരു റെസിസ്റ്റർ, 10K ഒരു പ്രീസെറ്റ്, ഒരു LED, ഒരു IR റിസീവർ LED, IR ട്രാൻസ്മിറ്റർ LED, LM358ൻ്റെ ഒരു IC, ഒരു ഹെഡർ പിന്ന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണിത്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഈ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് ഞാൻ ഇനി PCB ബോർഡിലേക്ക് ഇത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് ഇതിൻ്റെ VCCയിലേക്കും ഗ്രൗണ്ടിലേക്കും നമുക്ക് +5 വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് സെൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഈ മൊഡ്യൂൾ കളർ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഉള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്ലാക്ക് കളറിൽ ലൈറ്റ് കെടുന്നില്ല. വൈറ്റ് കളർ വരുമ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ ഓഫ് ആവുന്നുണ്ട്. ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടണമെങ്കിൽ ഈ പ്രീസെറ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ IR ട്രാൻസ്മിറ്റർ LEDയിൽ നിന്ന് ഒരു ലൈറ്റ് റേ പ്രൊഡ്യൂസ് ചെയ്യും. ആ ലൈറ്റ് റേ എവിടെയെങ്കിലും പോയി തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ IR റിസീവർ LED ഡിറ്റക്റ്റ് ചെയ്യും. അതാണ് ഈ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ മൊഡ്യൂളിന് ഒരു ഡാറ്റ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത് 0 ആണ്. അതായത് നോർമൽ ടൈമിൽ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇതിനെന്തെങ്കിലും ഒരു സിഗ്നൽ ലഭിച്ചു കഴിയുമ്പോൾ, ഈ മൊഡ്യൂളിന് എന്തെങ്കിലും ഒരു സിഗ്നൽ ലഭിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയി പോകും. അതായത് നമ്മുടെ LED ഓഫായി പോകും. അതായത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒന്നും ലഭിക്കുന്നില്ല എന്നർത്ഥം. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് റിവേഴ്സ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു ഡാറ്റ ലഭിച്ചു കഴിയുമ്പോൾ മാത്രം നമുക്ക് ഈ മൊഡ്യൂൾ ഓൺ ആകണം. അങ്ങനെ ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ മതി. നോട്ട് ഗേറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിലർക്കെങ്കിലും അറിയായിരിക്കും. എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം. നോട്ട് ഗേറ്റിന് 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് 0 ആണ്. അതുപോലെ തന്നെ 0 ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ലഭിക്കും. അപ്പോൾ നമുക്ക് നോട്ട് ഗേറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ മാത്രം ഈ IR മൊഡ്യൂൾ ഓൺ ആയിക്കോളും. അതിനായിട്ട് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ ഒരു നോട്ട് ഗേറ്റ് സർക്യൂട്ട് നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻപുട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ ഈ മൊഡ്യൂളിന് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിട്ട് ലഭിക്കുന്നതാണ്. LED ഓൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷന് 1 എന്നും LED ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടീഷന് 0 എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ IR മൊഡ്യൂളിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, നോട്ട് ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി അറിയിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ക്രിസ്റ്റി ജോസ് സൈനിങ് ഔട്ട്.